ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്ങനെയാണ് ചെയ്യണേന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു എക്സാമ്പിൾ ആയിട്ട് y = a cos x plus b sin x എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ d2y/dx2 + y = 0 എന്നുള്ളത് പ്രൂവ് ചെയ്യണം. അതായത് തന്നിരിക്കുന്ന y എന്ന് പറഞ്ഞ സാധനത്തിന്റെ രണ്ടാമത്തെ സെക്കൻഡ് ഡെറിവേറ്റീവും ആ തന്നിരിക്കുന്ന സാധനം കൂടെ കൂട്ടുമ്പോൾ 0 കിട്ടണമെന്ന് പ്രൂവ് ചെയ്യണം. ഇതൊന്നുമില്ല, ആദ്യം മനസ്സിലാക്കേണ്ടത് y അതേപോലെ എഴുതുക. a cos x plus b sin x. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവില്ലല്ലോ, ഇത് എഴുതാൻ അറിയാലോ. അടുത്ത കാര്യം, ഇതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് അതായത് dy/dx ചെയ്യുക. ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആലോചിക്കണം, dy/dx എടുക്കുന്ന സമയത്ത് a cos x ന്റെ ഡെറിവേറ്റീവ് ആലോചിക്കുക. d/dx ഓഫ് cos x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോന്നാണ്? മൈനസ് സൈൻ എക്സ് ആണ്. d/dx ഓഫ് cos x മൈനസ് സൈൻ എക്സ് ആണ്. a എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഡെറിവേറ്റീവിനകത്ത് അത് വരുമ്പോഴത്തേക്ക് ഈ കോൺസ്റ്റന്റിനെ നമുക്ക് പുറത്തെഴുതാം. a ഇൻറ്റു മൈനസ് സൈൻ എക്സ്, ഇനി പ്ലസ് b ഇൻറ്റു, ഉറപ്പായിട്ടും b പുറത്ത് വരുമല്ലോ, സൈൻ എക്സ്. d/dx ഓഫ് സൈൻ എക്സ് എന്തോന്നാണെന്ന് അറിയാവോ? വേണ്ട, നേരെ ഇതാണ്, cos x ആണ്. ഓക്കെ, അപ്പൊ b ഇൻറ്റു cos x എന്ന് വരും. ഇനി അടുത്തത് നമ്മൾ ഇത് കുറച്ചുകൂടെ വൃത്തിക്കായിട്ട് എഴുതുന്നു. dy/dx = മൈനസ് a sin x പ്ലസ് b cos x. വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് നോക്കണം. d2y/dx2 അല്ലേ നമുക്ക് വേണ്ടത്. അപ്പൊ ഇതിന്റെ ഒന്നുകൂടെ ഡെറിവേറ്റീവ് എടുക്കും. അതാണ് d2y/dx2. അപ്പൊ ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കും. മൈനസ് a ഇൻറ്റു സൈൻ എക്സ്. മൈനസ് a ഒരു കോൺസ്റ്റന്റ് അല്ലേ, അത് പുറത്ത് തന്നെ കിടക്കട്ടെ. സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് നമ്മൾ നേരത്തെ എഴുതി, എന്തോന്നാണ്? cos x. ഇനി പ്ലസ് b ഇൻറ്റു cos x. അപ്പൊ b നമ്മൾ എഴുതി ഇൻറ്റു cos x ന്റെ ഡെറിവേറ്റീവ് എന്തോന്നായിരുന്നല്ലേ? മൈനസ് സൈൻ എക്സ് അല്ലേ. അപ്പൊ ഇതിനെ നമ്മൾ കുറച്ചുകൂടെ മര്യാദയ്ക്ക് എടുത്ത് എഴുതുമ്പോൾ മൈനസ് cos x മൈനസ് b സൈൻ എക്സ് എന്ന് വരും. ഇനി നമ്മൾ LHS എടുത്ത് എഴുതുക. LHS എന്തോന്നായിരുന്നു? d2y/dx2 പ്ലസ് y എന്നായിരുന്നു. ഇത് നമുക്ക് കുറച്ചുകൂടെ വൃത്തിയായിട്ട് എഴുതാം. d2y/dx2 എന്തോന്നാണ് നമുക്ക് ഇവിടെ കിട്ടിയത്? മൈനസ് a ഇൻറ്റു cos x മൈനസ് b sin x എന്ന് കിട്ടി. ഇനി ഇതിന്റെ കൂടെ എന്തോന്നും കൂടെയാണ് ആഡ് ചെയ്യേണ്ടത്? LHSന്റെ കൂടെ y കൂടെ ആഡ് ചെയ്യണം. ഈ കിട്ടിയ ഡെറിവേറ്റീവിന്റെ കൂടെ y ആഡ് ചെയ്യണം. y ഓൾറെഡി തന്നിട്ടുണ്ട്, എന്തോന്നായിരുന്നു? a cos x പ്ലസ് b sin x. ഓക്കെ, ഒന്നുമില്ല, a cos x പ്ലസ് b sin x. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, മൈനസ് a cos x പ്ലസ് a cos x ക്യാൻസൽ ആയി, മൈനസ് b sin x പ്ലസ് b sin x ക്യാൻസൽ ആയി. അപ്പൊ എന്തോന്ന് കിട്ടി? 0 കിട്ടി. വിച്ച് ഈസ് ഈക്വൽ ടു എന്തോന്ന് കിട്ടിയത്? RHS. ലാസ്റ്റ് എഴുതുന്നു LHS ഈസ് ഈക്വൽ ടു RHS. ഹെൻസ് ഇറ്റ് ഈസ് പ്രൂവ്ഡ്. ഓക്കെ, മനസ്സിലായല്ലോ. ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ളതാണ് വേരിയബിൾ സെപ്പറബിൾ ഫോം. ഇതെങ്ങനെയാണ് ചെയ്യണേ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. m dx plus n dy is equal to 0. അതായത് dxന്റെ കൂടെ x ഉള്ള ഏതെങ്കിലും ടേമുകൾ ഉണ്ടെങ്കിൽ അത് dxന്റെ കൂടെ എഴുതുക. ഇനി dy-യുടെ കൂടെ y ഉള്ള ടേമുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് dy-യുടെ കൂടെ എഴുതുക. അങ്ങനെ ഇത് പ്ലസ് ചെയ്യുന്നത് 0 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇവർ തമ്മിലുള്ള ഇന്റഗ്രേഷൻ എടുത്തു കഴിഞ്ഞാൽ അത് c എന്നും പറഞ്ഞ് കിട്ടും. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിഞ്ഞൂടാ, പക്ഷേ ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലായിരിക്കും. ഇതാ നോക്കിക്കോ, ഇവിടെ ഒന്നുമില്ല. dy/dx is 1 + x² × 1 + y² എന്നുള്ളതാണ്. ഇത് സോൾവ് ചെയ്യണം. ഒന്നുമില്ല, dy-യുടെ കൂടെ y ഉള്ള ആളിനെ എടുത്ത് എഴുതുക, dx-ന്റെ കൂടെ x ഉള്ള ആളിനെ എടുത്ത് എഴുതുക. ഇവിടെ നോക്കുക, dy അല്ലേ നമ്മുടെ മുകളിൽ നിൽക്കുന്നത്, അപ്പൊ y ഉള്ള ആൾ ഇപ്പുറത്തുണ്ട്. ഇയാൾ ഇവിടെ എന്തോന്നാണ് ചെയ്തേക്കുന്നത്? ഇൻറ്റു അല്ലേ ചെയ്തേക്കുന്നത്. അപ്പൊ ഇയാളിന് ഈക്വൽ ടു ഇപ്പുറത്ത് വരുമ്പോൾ എന്തോന്നോ ഡിവൈഡ് ആകും. അപ്പം dy / 1 + y². ഓക്കെ ആണല്ലോ. ഇനി 1 + x² ഇപ്പുറത്ത് തന്നെ കിടപ്പുണ്ട്. ഇനി അതിൻ്റെ കൂടെ ഈ dx അങ്ങ് അപ്പുറത്ത് പോയാൽ പോരെ. dx ഇവിടെ എന്തോന്നായിരുന്നു? ഡിവൈഡഡ് ബൈ ആയിരുന്നു. അപ്പുറത്തോട്ട് പോയപ്പോൾ എന്തോന്നായി? മൾട്ടിപ്ലൈ ആയി. ഇനി നമ്മൾ എന്തോന്ന് ചെയ്യണം? ഇന്റഗ്രേറ്റിംഗ് ചെയ്യണം. ഇന്റഗ്രേഷൻ ചെയ്യുന്ന സമയത്ത് എന്തോന്ന് വരും ഇവിടെ? ഇന്റഗ്രൽ 1/1 + y² dy is equal to ഇന്റഗ്രൽ 1 + x² dx എന്ന് വരും. ഇനി ഇന്റഗ്രൽ 1/1 + y² dy ഇത് നിങ്ങൾ ഓൾറെഡി പഠിച്ചു വെച്ചോണം. ഇന്റഗ്രൽ 1/1 + x² dx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ tan ഇൻവേഴ്സ് x എന്നാണ്. അപ്പൊ ഇവിടെ 1/1 + y² dy എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോന്നാവും? tan ഇൻവേഴ്സ്
y എന്നാകും, വിച്ച് ഈസ് ഈക്വൽ ടു, ഇത് നമുക്ക് ഇന്റഗ്രേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തോന്ന് ചെയ്യാം, രണ്ടെണ്ണത്തിലും സെപ്പറേറ്റ് ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തൂടെ. അപ്പൊ നമുക്ക് എന്തോന്ന് കിട്ടും, ഒന്ന് നോക്കിയേ, ഇന്റഗ്രൽ 1 dx അത് എന്തോന്ന് വരും, എക്സ് പ്ലസ് ഇന്റഗ്രൽ എക്സ് സ്ക്വയർ ഡി എക്സ് അത് എന്തോന്ന് വരും ഇവിടെ, എക്സ് ക്യൂബ് ബൈ 3 പ്ലസ് സി എന്ന് വരും. ഓക്കെ ആണല്ലോ. അപ്പൊ ടാൻ ഇൻവേഴ്സ് y is equal to x plus x cube by 3 plus c. ഇവിടെ വെച്ച് എഴുതി തീർത്താലും നമുക്കൊരു കുഴപ്പമില്ല. പക്ഷെ നമ്മൾ എപ്പോഴും ഈക്വൽ ടു സി എന്ന് പറയുന്ന ഒരു ഫോമിലേക്ക് വരുത്തണം. അപ്പൊ നമ്മൾ അവിടെ എന്തോ ചെയ്യണം, ടാൻ ഇൻവേഴ്സ് y, ഈ എക്സ് ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും, മൈനസ് എക്സ് മൈനസ് എക്സ് ക്യൂബ് ബൈ 3 ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും, മൈനസ് എക്സ് ക്യൂബ് ബൈ 3 ഈസ് ഈക്വൽ ടു സി. ഇങ്ങനെ എഴുതിയാൽ മതി. ഓക്കെ, മനസ്സിലായല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, അത് പറയുന്നതിന് മുമ്പ് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഡിഫറൻഷ്യൽ ഇക്വേഷന് രണ്ട് സൊല്യൂഷൻസ് ആണ് ഉള്ളത്. ഡിഫറൻഷ്യൽ ഇക്വേഷന് രണ്ട് സൊല്യൂഷൻ ആണ് ഉള്ളത്. ഒന്ന് പർട്ടിക്കുലർ സൊല്യൂഷൻ, രണ്ട് ജനറൽ സൊല്യൂഷൻ. ഓക്കെ, നമ്മൾ ഇന്റഗ്രേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് സി എന്ന് പറഞ്ഞൊരു സാധനം കൂടെ വരുമ്പോൾ അവിടെ ഒരു കോൺസ്റ്റന്റ് വന്നില്ലേ, ആ കോൺസ്റ്റന്റ് ആയിട്ട് സി എന്ന് തന്നെയാണ് ഇരിക്കുന്നതെങ്കിൽ അതെന്തോന്നാണ്, ജനറൽ സൊല്യൂഷൻ. അതായത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്തോന്നാണ്, ജനറൽ സൊല്യൂഷൻ ആണ്. അതിലേക്ക് നമ്മൾ വാല്യൂ കൊടുക്കുമ്പോൾ, എക്സിനും വൈക്കും വാല്യൂ കൊടുക്കുമ്പോൾ നമുക്ക് സിക്ക് പുതിയ ഒരു നമ്പർ ആയിട്ട് കിട്ടും, ഒരു വാല്യൂ കിട്ടും. അങ്ങനെ സീനെ നമ്മൾ ഈ ജനറൽ ഇക്വേഷനിലേക്ക് വാല്യൂ ആയിട്ട് എഴുതുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നതാണ് എന്തോന്ന് പറയുന്നത്, പർട്ടിക്കുലർ സൊല്യൂഷൻ. അപ്പൊ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം കിട്ടുന്ന എന്താണ്, ജനറൽ സൊല്യൂഷൻ. അവിടെ നമ്മൾ വാല്യൂ കൊടുത്താൽ മാത്രമേ നമുക്ക് എന്തോന്ന് കിട്ടൂ, പർട്ടിക്കുലർ സൊല്യൂഷൻ കിട്ടൂ. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ എന്തോന്നാണെന്ന് നോക്കാം. Find the equation of the curve passing through the point 1, 1 whose differential equation is x dy is equal to 2x square plus 1 dx where x is equal to not 0. ഒന്നുമില്ല, ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്തോന്ന് ചെയ്യണം, സോൾവ് ചെയ്യണം, കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്കിവിടെ തന്നിരിക്കുന്ന ആളെ നമുക്ക് എഴുതാം. എക്സ് ഡി വൈ ഈസ് ഈക്വൽ ടു 2x സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു ഡി എക്സ്. നമുക്കിത് കാണുമ്പോഴേ അറിയാം ഇത് എന്തോന്നാണ്, വേരിയബിൾ സെപ്പറബിൾ ഫോമിലാണ് കിടക്കുന്നത്. ആണ് ഡി എക്സും ഡി വൈ എന്താ കിടപ്പുണ്ട്. ഇപ്പൊ വേരിയബിൾ സെപ്പറബിൾ ഫോമിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ എന്തോന്ന് ചെയ്യണം, വൈന്റെ കൂടെ ഡി വൈയുടെ കൂടെ വൈ ഉള്ള ആൾക്കാർ എഴുതുക. വൈ ഉള്ള ആരെങ്കിലും ഉണ്ട്, ആരുമില്ല. അപ്പൊ ഡി വൈയെ നമ്മൾ ഒറ്റപ്പെടുത്തണം. ഓക്കെ, അപ്പൊ നമ്മൾ അതിനുശേഷം ഈ എക്സിനെ നേരെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു, 2x സ്ക്വയർ പ്ലസ് 1. ഇനി ഡിവൈഡഡ് ബൈ എന്തോന്ന് വരും, എക്സ് വരും. എക്സ് ഇവിടെ ഇൻഡു ആണ് ചെയ്തേക്കണം, അപ്പൊ ഇപ്പുറത്ത് വരുമ്പോൾ ഡിവൈഡ് ആവും. ഇനി ആലോചിക്കണം, ഈ എക്സ് ഈ രണ്ട് പേർക്ക് ഉള്ളതല്ലേ. ഓക്കെ, അവൻ രണ്ട് പേരെയും വേണം. ഓക്കെ, അപ്പൊ ഡി വൈ ഈസ് ഈക്വൽ ടു 2x സ്ക്വയർ ബൈ എക്സ് പ്ലസ് 1 ബൈ എക്സ് ഡി എക്സ്. എന്തിനാണ് ഞാൻ ഇങ്ങനെ എഴുതിയത്, എനിക്കറിയാം ഇതിന് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് സംഭവങ്ങളെല്ലാം എളുപ്പം. അല്ലാതെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന പാർഷ്യൽ ഫ്രാക്ഷൻ വേറെ പ്രശ്നങ്ങളിലേക്കൊക്കെ വരും. ഓക്കെ, അപ്പൊ ഡി വൈ ഈസ് ഈക്വൽ ടു, ഞാൻ ഒന്നുകൂടെ ചെറുതാക്കിയാണ്, ഈ എക്സ് ഇതും കൂടെ ക്യാൻസൽ ആയി പോകില്ലേ. അപ്പൊ എന്തോന്നാവും, 2x പ്ലസ് 1 ബൈ എക്സ് ഡി എക്സ്. ഇനി ഞാൻ എന്തോന്നാണ് ചെയ്യുന്നത്, ഇന്റഗ്രേറ്റിംഗ് ചെയ്യുന്ന സമയത്ത് എന്തോ പറ്റും, ഇന്റഗ്രൽ ഡി വൈ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 2x പ്ലസ് 1 ബൈ എക്സ് ഡി എക്സ് എന്ന് വരും. ഇവിടെ ചെയ്യുന്ന സമയത്ത് ഇന്റഗ്രൽ ഡി വൈ എന്തോന്നാണ്, y എന്നാണ്. ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 2x dx എന്തോന്നാണ്, 2 ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 2 എന്ന് വരും. പ്ലസ് ഇന്റഗ്രൽ 1 ബൈ എക്സ് ഡി എക്സ് എന്തോന്നാണ്, ഓർത്ത് വെച്ചു, ഇന്റഗ്രൽ 1 ബൈ എക്സ് ഡി എക്സ് ലോഗ് മോഡ് എക്സ്, ലോഗ് മോഡ് എക്സ്. ഓക്കെ, ഇന്റഗ്രൽ 1 ബൈ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഗ് മോഡ് എക്സ് ആണ്. അപ്പൊ ഇവിടെ എന്തോന്ന് വരും, ലോഗ് മോഡ് എക്സ് പ്ലസ് സി. ഓക്കെ, ഒരു ആർബിട്രറി കോൺസ്റ്റന്റ് കൂടെ ഉണ്ട്. ഇന്റഗ്രേഷൻ ലിമിറ്റ് ഇല്ലാത്തിടത്തോളം കാലം അവിടെ ഒരു കോൺസ്റ്റന്റ് കൂടെ കയറി വരും. ഇതാണ് നമുക്ക് കിട്ടിയ സംഭവം. ഇനി ഇവിടെ തന്നെ നമുക്ക് ഈ 2 വെട്ടിക്കളയാം. അപ്പൊ y ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് ലോഗ് മോഡ് എക്സ് പ്ലസ് സി. ഓക്കെ, ഇനി ചിന്തിക്കാൻ, ഞാൻ ഇവിടെ എഴുതിയ സാധനം ഞാൻ ഇവിടെ മുകളിലായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. y ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് ലോഗ് മോഡ് എക്സ് പ്ലസ് സി. ഇതാണ് എന്തോന്ന് പറയുന്ന ജനറൽ സൊല്യൂഷൻ. പക്ഷെ നമുക്ക് ഇവിടെ വേണ്ട എന്തോന്നാണ്, പർട്ടിക്കുലർ സൊല്യൂഷൻ ആണ്. കാരണം എന്താണ്, ഇവിടെ ഒരു പോയിന്റ് തന്നിട്ടുണ്ട് 1, 1. സിൻസ് 1, 1 ഈസ് എ പോയിന്റ് പാസിംഗ് ത്രൂ ഇറ്റ്, അതുകൊണ്ട് തന്നെ എക്സ് y എന്ന് പറയുന്നത് എന്തോന്നായിട്ട് മാറും, 1, 1 ആയിട്ട് നമുക്ക് എടുക്കാം. അതായത് x1 ഉം y1 എടുക്കാം. ഇത് നമ്മൾ ഇവിടെ കൊടുക്കണം, ജനറൽ സൊല്യൂഷനിൽ കൊടുക്കണം. അപ്പം നമുക്ക് ആരുടെ വാല്യൂ കിട്ടും, സിയുടെ വാല്യൂ കിട്ടും. നമുക്ക് നോക്കാം. 1 ഈസ് ഈക്വൽ ടു 1 സ്ക്വയർ പ്ലസ് ലോഗ് മോഡ് 1 പ്ലസ് സി. ലോഗ് മോഡ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തോന്ന് എടുക്കാം, ലോഗ് 1 എന്ന് എടുക്കാം.
ലോഗ് 1ന്റെ ഒരു കാര്യമുണ്ട്. ലോഗ് 1 ഏകദേശം എന്തോന്നാണ് 0 ആണ്. ലോഗ് 1 0 ആണ്. അപ്പൊ നമ്മൾ എന്തോന്ന് എടുക്കും? 0 എടുക്കണം. അങ്ങനെയാണെങ്കിൽ 1 ഈസ് ഈക്വൽ ടു 1 പ്ലസ് 0 പ്ലസ് സി. അപ്പൊ ഇവിടെ നമുക്ക് സി എന്തോന്ന് കിട്ടൂടെ? സി ഈസ് ഈക്വൽ ഈ 1 ഇപ്പുറത്തോട്ട് പോകുമ്പോൾ എന്തോന്നാ 1 മൈനസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു 0. അപ്പൊ നമുക്ക് സി എന്തോന്ന് കിട്ടി? 0 കിട്ടി. പുട്ട് സി ഈസ് ഈക്വൽ ടു 0 ഇൻ ജനറൽ സൊല്യൂഷൻ. ഓക്കെ, ജനറൽ സൊല്യൂഷനിലേക്ക് നമ്മൾ ഇത് കൊടുക്കുന്ന സമയത്ത് എന്താണ് നോക്ക്? 0 കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ എന്തോന്നാവും? y ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് ലോഗ് മോഡ് എക്സ് പ്ലസ് 0 അല്ലേ? അപ്പൊ എന്തെങ്കിലും എഴുതണോ? വേണ്ട, ഇത് എഴുതി. ഇനി ദിസ് ഈസ് ദ പർട്ടിക്കുലർ സൊല്യൂഷൻ ഓഫ് ദിസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഓക്കെ, ഡോക്ടർമാർ എഴുതുന്ന കണക്ക് എഴുതിയെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് കഥ മനസ്സിലായാലും ഓക്കെ.